പേര് ജസമ്മ ജോസഫ്. എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയില് കുട്ടനാട് അഥവാ കൈനകരി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുണ്ട്. അവർക്ക് ഞങ്ങൾ 5 പെൺമക്കളിൽ മൂന്നാമത്തെ മകളാണ് ഞാൻ. അതിൽ എൻ്റെ മൂത്ത ചേച്ചിമാരുടെ 2 പേരെയും വിവാഹം കഴിഞ്ഞു. അനിയത്തിമാരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. അതിൽ 3 പേര് സുവിശേഷ വേലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞങ്ങൾ പഠിച്ചു വന്നത് കോൺവെന്റ് സ്കൂളിലാകയാൽ ആ ചെറുപ്പം മുതൽ പാവങ്ങളുടെ ഇടയിൽ, കാരണം അങ്ങനത്തെ ഒരു ചിന്ത വരാൻ കാരണം ഞങ്ങളും വളരെ ഞെരുങ്ങിയ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ വളർന്നത്. ആകയാൽ പാവങ്ങളുടെ ഇടയിൽ, അനാഥരുടെ നിർധനരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ജീവിക്കണമെന്ന ആ വലിയ ആഗ്രഹത്തോടെയാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. അപ്പൊ ഈ സിസ്റ്റേഴ്സ്മാരുടെ ജീവിതവും, കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അകമയുള്ള എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പുറമേ നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് അവർ നല്ലവരാണ്, അവർ നല്ല സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷേങ്കിൽ അതിന്റെ ഉള്ളിൽ ചെന്നവർക്ക് മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ വലിയ ആഗ്രഹത്തോടെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോൺവെന്റിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അതിനുള്ള വഴികൾ തുറന്നു. ഞാൻ കടന്നുപോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിസ്റ്ററായി 3 വർഷക്കാലം ബിജാപ്പൂർ, അതായത് നോർത്ത് കർണാടകയിൽ സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കെ ഞാൻ സിസ്റ്റർ ആകുന്നതിന് മുൻപുള്ള 2 വർഷക്കാലം നോവിഷിറ്റ് എന്ന് പറയുന്നതായ വർഷ സമയത്ത് എന്റെ ഭവനത്തിൽ നിന്നും എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അത് ഈ വിശ്വാസത്തിലേക്ക് എന്റെ മൂത്ത സിസ്റ്ററാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. എന്റെ മൂത്ത ബ്രദറിലോ പറഞ്ഞാൽ പോളച്ചൻ എന്ന് പറയും. അദ്ദേഹം മുഖാന്തരമാണ് എന്റെ ഭവനത്തിലുള്ളവരൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ സമയത്ത് അവർ വിശ്വാസത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു. എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, അലർജികൾ, എന്താണ് കാരണമെന്നറിയില്ല. പക്ഷേ എങ്കിൽ അങ്ങനെയൊക്കെയും രോഗത്താലൊക്കെയും മാനസികമായിട്ട് വളരെയേറെ തകർന്നൊരവസ്ഥയുണ്ടായി. പക്ഷേങ്കിൽ എൻ്റെ പിതാവിന്റെ അനിയനും സഹോദരിയൊക്കെ, അച്ഛനും കന്യാസ്ത്രീയാണ്. അവരെനിക്ക് വളരെയേറെ സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാൻ സിസ്റ്റർ ആകുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഈ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ സഹോദരങ്ങൾ എന്നോട് വചനം പറയുമായിരുന്നു. ഞാൻ വളരെയേറെ അവരോട് എതിർക്കും. വചനം പറയുമ്പോൾ നിങ്ങൾ എന്നെയാണോ പഠിപ്പിക്കാൻ വരുന്നത്? ഈ കോൺവെന്റിലായിരിക്കുന്ന, കത്തോലിക്ക സഭയിലായിരിക്കുന്ന എല്ലാം അറിയാവുന്ന നമ്മളെയാണോ നിങ്ങൾ ഈ വചനം പഠിപ്പിക്കാൻ വരുന്നതെന്ന് ചോദിച്ച് ഞാൻ അവരെ വളരെയേറെ എതിർത്തു. പക്ഷേങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ വചനം ഏറ്റെടുത്തു. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ കോൺവെന്റിൽ ഇരുന്നു കൊണ്ട് ഈ വചനങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങി. ഈ വചനം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ഞാൻ അന്വേഷിച്ച എന്താണ് ഈ ദൈവത്തിന്റെ രാജ്യം, ഈ നീതി എന്താണ്? ഞാൻ സത്യം പറയാം, നമ്മൾ കോൺവെന്റ് ജീവിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ നീതി, ആ സത്യം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സമാധാന സന്തോഷവും നീതിയുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ സത്യം യഥാർത്ഥമായിട്ട് നമ്മൾ കോൺവെന്റിൽ അനുഭവിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നുണ്ടോ? ആ യഥാർത്ഥ സമാധാനവും സന്തോഷവും ആ നീതിയും ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ അനുഭവിച്ചില്ല. ഒന്നിനും കുറവില്ല നമ്മൾക്ക് കോൺവെന്റ് ജീവിതത്തിൽ. പക്ഷെങ്കിൽ ഈ വേണ്ടുന്നതായ ദൈവിക രാജ്യത്തിന്റെ മർമ്മത്തെ ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഇങ്ങനെ വചനം ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കോൺവെന്റിൽ ജീവിതവും കൂടി എനിക്ക് പൊരുത്തപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായി. ഞാൻ എന്റെ സുപ്പീരിയേഴ്സിനോട് ചില നീതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടതായ സാഹചര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടിലുള്ളവരെല്ലാവരും എനിക്ക് വേണ്ടി ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, ദൈവമേ, ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാട് അകപ്പെട്ട അവസ്ഥയാണല്ലോ എന്ന് ഞാൻ അവരോട് അന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ വാസ്തവത്തിൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് കുഞ്ഞാടുകളുടെ ഇടയിൽ ചെന്നായി ചെന്ന് അകപ്പെടുന്ന അവസ്ഥയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇരിക്കെ ചെയ്ത എന്റെ വീട്ടിൽ നിന്നും അവർ വളരെ പ്രാർത്ഥിച്ച് എന്നോട് എപ്പോഴും പറയും, നീ തിരിച്ചു പോരും, ഞങ്ങൾ നിന്നെ വന്ന് കൊണ്ടുപോരും. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്റെ പിതാവും എന്റെ സെക്കൻഡ് ബ്രദറിലോയും കൂടി എന്നെ അവരെ കൊണ്ടുവരുവാനായിട്ട് അവിടെ ബാംഗ്ലൂരിൽ വന്നു. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ജൂനിയർ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ അവരോട് ഇങ്ങനെയുള്ള സത്യങ്ങൾ പറയും. നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ ആ നീതിക്ക് വേണ്ടി നമ്മൾ നിൽക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് ഞങ്ങളുടെ സുപ്പീരിയേഴ്സിനൊന്നും പിടിക്കാതായി. അവർക്കൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടായി. എന്റെ വീട്ടിലുള്ളവരൊക്കെ പെന്തക്കോസ്തായി, ഞാനും വചനപ്രകാരം പറയുന്നു, മറ്റുള്ള ജൂനിയേഴ്സിനെയും കൂടെ വഴി തെറ്റിക്കുമോ എന്നൊരു ഭയം അവരിലുണ്ടായി. ഈ ഭയവും എന്റെ ഭവനത്തിലുള്ളവരുടെ
ഞങ്ങളുടെ പ്രാർത്ഥനയും തമ്മിൽ ഒത്തുചേർന്നു. അവർ കടന്നു വരികയും ഇവരെന്നെ പറഞ്ഞു വിടാനും അവർക്കും മനസ്സായി. അങ്ങനെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ തിരിച്ചു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വരുമെന്നോ ഇങ്ങനൊരു ദൈവത്തിന്റെ വേലയിലായി തീരുമെന്നോ. ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ട ഒരു കാര്യമല്ല. പക്ഷേങ്കിൽ വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അങ്ങനെ ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്റെ വീട്ടിൽ ആദ്യം പാസ്റ്റർമാർ വരുമ്പോൾ എനിക്കറിയില്ല, വീട്ടിൽ എന്റെ സഹോദരങ്ങൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. പാസ്റ്റേഴ്സ് വരുമ്പോഴത്തേന് എന്റെ ഏറ്റവും ഇളയ സഹോദരിയൊക്കെ പ്രത്യേകിച്ച് ചൂലും കെട്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പള്ളിയിൽ, പെന്തക്കോസ്തുകാർ നിങ്ങളുടെ വീട്ടിൽ കയറിയെന്നാൽ ചൂലും കെട്ട് വെച്ച് അടിച്ചവരെ ഓടിച്ചോണമെന്ന്. അതുപോലെ എന്റെ സഹോദരി അവൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ ചൂലും കെട്ട് കൂടെ ഇറങ്ങിയില്ല എങ്കിൽ ഞാൻ ചൂലും കെട്ട് വെച്ച് അടിക്കുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ന് അവൾ കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷയിൽ ആയിരിക്കുകയാണ്. പിന്നെ വേറൊരു അനുഭവം കൂടി എനിക്കുള്ളതെന്ന് വെച്ചാൽ, എനിക്കെല്ലാം എന്റെ പിതാവിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഇടവകയിൽ ഒരച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പെന്തക്കോസ്തുകാരോട് മിണ്ടുക പോലും ചെയ്യാത്ത നിങ്ങൾ മിണ്ടിയാൽ നിങ്ങൾക്ക് കുഷ്ഠം പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ആ പറഞ്ഞ് 1 മാസം ആകുന്നതിന് മുന്നേ തന്നെ ഈ വികാരി അച്ഛന് ഒരു ദിവസം വെളുപ്പിനെ സമയം രാത്രിയിലായിരിക്കും സംഭവിച്ചത്, എന്തോ രോഗം അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരനെ രോഗം അനുഭവപ്പെട്ട് തന്റെ റൂമിൽ തന്നെ മലവിസർജനങ്ങളെല്ലാം ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിനെ കപ്പ്യാര് ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നിട്ട് അച്ഛന്റെ ഡോറ് നോക്കി ചെയ്തിട്ട് ഒരു ശബ്ദവും ഇല്ല, അനക്കവും ഇല്ല. ഉടനെ തന്നെ ആ വികാരി അടുത്തുള്ള സ്ഥലത്ത് നിന്ന് അടുത്തുള്ള വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ തല്ലി കഥ തുറന്ന് നോക്കുമ്പോഴേക്കും അച്ഛൻ മരിച്ച നിലയിലാണ്. ആകപ്പാടെ ആ മൂത്രത്തിലും മലത്തിലും എല്ലാം അങ്ങനെ അളിഞ്ഞ് ആ ഒരവസ്ഥ. ഒരു കുഷ്ഠരോഗം പിടിച്ചതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് ആ അച്ഛൻ അവിടെ മരിച്ചു കിടന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഞാൻ പറഞ്ഞൊരു സാരാണ് അച്ഛൻ, ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഏറെ ഉണ്ടാകും. മനുഷ്യർ പലതും പറയും. പക്ഷേങ്കിൽ നമ്മൾ വിധിക്കുവാനല്ല, നമ്മൾ ദൈവസന്നിധി നേരോടെ വിശ്വസ്തയോടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ ആര് പകച്ചവർ ലജിച്ചു പോകാൻ തക്കോണം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അവിടെ ചെയ്തോളും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകേണ്ട, യുദ്ധം ചെയ്യുവാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മൾക്ക് വേണ്ടി ഉണ്ട്. നമ്മൾ വിശ്വസ്തയോടെ ആ വിളിച്ചവന്റെ പാദത്തിങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. നമ്മളെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് എന്റെ കുടുംബത്തിൽ എന്റെ വിശ്വാസത്തിന് വേണ്ടി ഇന്നും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഞങ്ങൾ ഒറ്റപ്പെട്ടു. മാതാവിന്റെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ ഇറക്കി വിട്ടു. ഞങ്ങൾക്ക് ഇന്ന് മാതാവിന്റെ ഭവനമോ പിതാവിന്റെ ഭവനമോ ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല. പക്ഷെങ്കിൽ മാതാവിന്റെ ഭവനത്തിലുള്ളവരൊക്കെയും പയ്യെ ഞങ്ങളെ ഇപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ട്. കാരണം അതുപോലെ അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട്. പക്ഷെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ആ ദൈവസന്നിധിയിൽ പറയുവാനുള്ളതെന്ന് വെച്ചാൽ, മാതാവിന്റെ ഭവനമോ പിതാവിന്റെ ഭവനമോ വിട്ടെങ്കിലും ഞങ്ങളെ ഇറക്കിയെങ്കിലും എന്റെ പിതാവിന് ജനിച്ച 5 മക്കളും എന്റെ പിതാവും മാതാവും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് നേരോടെ വിശ്വസയോടെ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് കഴിയുന്നു. ആ ഒരു വലിയ ഭാഗ്യത്തിനേക്കാൾ മറ്റൊന്നും വേണ്ട. പിന്നെ ദൈവം വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ അവരോട് ചേരുകയല്ല, അവർ നമ്മളുടെ പക്ഷം ചേരും. എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അറിയുന്നവർ എനിക്ക് വേണ്ടി 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷം അവർ ആ സത്യം അറിഞ്ഞ കാലം മുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർക്ക് എന്നെ കിട്ടിയെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വസ്തയോടെ എല്ലാവരും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഈ ബാക്കിയുള്ളവരെല്ലാം നമ്മളെ എതിർക്കുന്ന നിന്ദിക്കുന്നവർ ദൈവസന്നിധിയിൽ കടന്നു വരാൻ ഇടയായി തീരും. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സുവിശേഷ ഇറങ്ങി വന്നത് 2002 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അന്നും പെന്തക്കോസ് ആകണമെന്നോ അല്ലെങ്കിൽ വിശ്വാസത്തിലാകണമെന്നോ ഒന്നും വിചാരിച്ചുകൊണ്ടല്ല. സ്നാനം എന്താണെന്നോ ഈ പെന്തക്കോസ് എന്താണെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അപ്പൊ പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റുകാരെന്ന് മാത്രം അറിയാം. ഈ താന്ന അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ ഉണ്ട്, അന്ന് അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഈ ജാതികളുടെ ഇടയിലേക്കാണല്ലോ പോയത്, നഷ്ടപ്പെട്ടെന്നുള്ള മനോഭാരം അന്ന് വളരെയായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ദൈവം അവർ സമൂഹത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കാൻ തക്കണം, ഈ ദൈവത്തിന്റെ വലിയ സത്യം അറിയിക്കാൻ തക്കണം, ദൈവം എന്നെ ഇറക്കിക്കൊണ്ട് വന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ കടന്നു വന്നതിന് ശേഷം എതിർത്തു. അവർ ആരാധനയ്ക്ക് ഞായറാഴ്ച കടന്നു പോകുമ്പോൾ ഞാൻ കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്ക് കടന്നു പോകുമായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷവും അങ്ങനെ ഇരിക്കെ കളമശ്ശേരിയിൽ പത്തടിപ്പാലത്തിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ മാതാക്കളും സഹോദരങ്ങളും എന്നെ നിർബന്ധിച്ച് ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഇടവരുത്തരുത്. ഇതാണ് സത്യമെങ്കിൽ എന്നെ ദൈവം എന്നെ അത് അറിയിക്കണം. ഇങ്ങനെ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിലൊരു തീരുമാനം വന്നു. നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ വീഴാതിരിപ്പാൻ ആ ബസ്സിന്റെ അയൺ ബാറിൽ നമ്മൾ ശക്തിയോടെ പിടിക്കും. കാരണം നമ്മൾ ആ അയൺ ബാറിൽ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വീഴാതെ
നമ്മൾ വണ്ടി നിർത്തുന്നത് വരെ, നമ്മൾ ഇറങ്ങുന്നത് വരെയും ആ ശക്തി അതേ നമ്മൾ പിടിക്കും, നമ്മൾ വീഴരുതെന്ന് ഓർത്ത്. അങ്ങനെയെങ്കിൽ ഇതാണ് സത്യമെങ്കിൽ എന്റെ അന്ത്യത്തോളം ഈ സത്യത്തിൽ നിന്ന് പിന്മാറാതെ, അഥവാ യേശു ക്രിസ്തുവിനെ, ഈ അയൺബാറാകുന്ന യേശു ക്രിസ്തുവിനെ അന്ത്യത്തോളം മുറുകെ പിടിച്ചും കൊണ്ട് എന്റെ മരുഭൂ പ്രയാണം കഴിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് അതിന് ഈ സത്യം അറിയിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കടന്നുപോയി. ഞാൻ അവിടെ ചെന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഒരു പൊട്ടിയെപ്പോലെ ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്തൊക്കെയോ ഭാഷകൾ പറയുന്നു. എനിക്കറിയത്തില്ല ആ ഭാഷ എന്നാണെന്ന്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇത് സത്യമാണെങ്കിൽ എനിക്ക് ദൈവം എന്റെ വായിൽ അത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ച് അന്യഭാഷയിൽ അവിടെ വെച്ച് സ്നാനമേൽപ്പാൻ സ്വർഗം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ പിന്നെ തീരുമാനിച്ചു എന്റെ സ്വദേശത്ത് വന്നിട്ട് സ്നാനപ്പെടാമെന്ന് തീരുമാനിച്ചു. പക്ഷെങ്കിൽ വലിയവനായ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ആ സ്ഥലത്ത് തന്നെ സ്നാനപ്പെടണമെന്ന്. അങ്ങനെ 2003 മെയ് മാസം 21 എന്റെ ദൈവത്തെ ജലത്തിൽ സ്നാനപ്പെടുവാൻ, ദൈവത്തോട് ചേരുവാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. പാസ്റ്റർ ഡാമിയൻ എന്ന് പറയുന്ന പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. കളമശ്ശേരിയിൽ പത്തടിപ്പാലത്തിൽ ഇന്നും ആ മാസ്റ്റേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്ന ആ സഭ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സുവിശേഷ വേലയിൽ, ദൈവത്തിന്റെ വേലയിൽ സമ്പൂർണ്ണമായി എന്നെ സമർപ്പിച്ചു. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്നു. എനിക്ക് ആദ്യമായിട്ടൊന്നും പുറത്തോട്ടൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിൽ തന്നെ പല കാര്യങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയാണ് എനിക്കുണ്ടായത്. ഞാൻ വളരെ പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ഇന്നും ഇങ്ങനെ അകത്ത് തന്നെ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണല്ലോ. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം എന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നുള്ള പല സാഹചര്യങ്ങളിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അതിനുള്ള വഴികൾ തുറന്നു. ഇന്ന് ഞാൻ കർണാടകയിൽ, എനിക്ക് ആ കർണാടകയെ കുറിച്ച് വളരെ ആത്മഭാരം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഒരിക്കലും എന്റെ മേൽമയോ ഒന്നുമല്ല, മനുഷ്യരും അതിനകത്ത് ഒരു പുകഴ്ചയെ എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് മനുഷ്യരോ ഞങ്ങൾ ആരും നനയ്ക്കാത്ത നിമിഷങ്ങളിലാണ് ദൈവം എനിക്ക് വേണ്ടി ഇന്നുവരെയും ഓരോ വഴികളെയും തുറന്നു തന്നത്. അങ്ങനെ കർണാടകയിലെ പ്രദേശത്ത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ ബൈന്ദൂർ എന്ന് പറയുന്ന ദേശത്ത് ഒരു പാസ്റ്റർ ബോബി ജോർജ് എന്ന് പറയുന്ന ദേവദാസൻ നടത്തുന്ന ആ സഭയോട് ചേർന്ന് അവിടെ ദൈവത്തിന്റെ വേല ചെയ്തു വരുന്നു. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. അവിടെയുള്ള 22 കുട്ടികളുണ്ട്. അവരുടെ വാർഡനായും പ്രവർത്തിക്കുന്നു. വളരെയേറെ പ്രതികൂലങ്ങളുടെ സാഹചര്യമാണ് അവിടെ. RSSകാരുടെ കോട്ടയാണ്. വളരെയേറെ പ്രതികൂലങ്ങൾ ദേവദാസൻ അനുഭവപ്പെട്ട് ഞങ്ങൾക്ക് പുറത്തു പോകുവാനോ വചനം പറയുവാനോ ഒന്നും സാധിക്കുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ ദൈവം വീണ്ടും പറയുന്നു, നീ അകത്ത് കഥ അടച്ച് നിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത് ദൈവം പുറത്ത് ചെയ്തിരിക്കും. അത് വലിയ സമൂഹത്തെ തന്നെ വിടുവിക്കുവാൻ തക്കമാണ്. നമ്മൾ ഒരു പക്ഷേങ്കിൽ പുറത്തുപോയി പറയണമെന്നില്ല. പറയാൻ സാഹചര്യമുള്ളിടത്ത് നമ്മൾ പുറത്തുപോയി പറയുന്നു. പക്ഷേ അകത്തളങ്ങളിൽ ഇരുന്ന് നമ്മുടെ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത് ദേശത്ത് നമ്മൾ കാണുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അനേകർ അങ്ങനെ ദൈവസന്നിധിയിൽ ദിവസങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആകയാൽ വീണ്ടും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ചിന്തിച്ച ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ മറിയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ പാട്ടെല്ലാം മറന്നുപോയി, എനിക്കറിയില്ല. എന്നാൽ ഇത്രയൊന്നും ഓർക്കുന്നു. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന് നേത്രങ്ങൾ കൊണ്ട് നോക്കണമേ എന്നുള്ളൊരു പാട്ട് ഞാൻ മറന്നുപോയത്. നമ്മൾ ആ സത്യത്തിൽ ഈ കത്തോലിക്കരാരും ചിന്തിക്കുന്നില്ല എന്റെ യാഥാർത്ഥ്യം. ആ ചിത്രത്തിൽ നിൽക്കുന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കണമേ, ബാക്കിയുള്ളത് ഞാൻ മറന്നുപോയി, എന്നാന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഈ ചിത്രത്തിൽ നിൽക്കുന്ന ഒരു വിശുദ്ധന്മാരെ കൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മളെ നമ്മളെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും നമ്മളെ നന്നായി അറിയുന്ന ഈ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കണം വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും പിന്നെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ അവിവാഹിതയാണ്. വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തിന്റെ വേല ചെയ്യണം. അങ്ങനെ അവിടെ ഒരു ഓർഫനേജിന്റെ വാർഡനായി ഒതുങ്ങി ജീവിക്കുവാനല്ല. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എവിടെയൊക്കെ ദൈവം അയക്കുന്നോ അവിടെ പോയി ദൈവത്തിനോട് ശക്തിയോടെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രിയ ദൈവജനത്തിന്റെ അപേക്ഷ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴുന്നു.